30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം. തലസ്ഥാന നഗരിയെ സിനിമാ ലഹരിയിലാഴ്ത്തിയ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFK അതിന്റെ 7ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 6ാം ദിനമായ ഇന്നലെ 72 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ടാഗോർ തിയേറ്റർ, കൈരളി, ശ്രീ, നിള തുടങ്ങി 16 വേദികളിലായി 60ഓളം ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. സുവർണ ചകോരത്തിന് വേണ്ടിയുള്ള മത്സര വിഭാഗത്തിലെ അവസാനവട്ട ചിത്രങ്ങൾ ഇന്ന് പ്രദർശനത്തിനെത്തും. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിശ്വവിഖ്യാത ചിത്രങ്ങളുടെ പുനഃപ്രദർശനങ്ങളും ഇന്നത്തെ പ്രത്യേകതയാണ്. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ വോട്ടെടുപ്പ് ആവേശകരമായ അന്ത്യഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡെലിഗേറ്റുകൾക്ക് ഇന്നുകൂടി വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ടാകും. സിനിമയും സൗഹൃദവും സമ്മേളിക്കുന്ന 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെക്കുറിച്ച് സംവിധായകൻ ബ്ലസ്സി ആകാശവാണിയോട്. 40-45 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമയുടെ ബൈബിൾ എന്ന് വിശ്വസിച്ചിരുന്ന ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ എന്ന് പറഞ്ഞ സിനിമ, എൻ്റെ കാഴ്ച എന്ന സിനിമയിൽ ഞാൻ ഒഡേസ സ്റ്റെപ്സിലൂടെ ആ കുട്ടിയുടെ തൊട്ടിൽ ഉരുണ്ടുപോകുന്ന ഷോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം ഓരോ സിനിമയെ ആഗ്രഹിക്കുന്ന ഒരാളും ആ സിനിമയുടെ ഒരു ഷോട്ടെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഞാൻ. ഒരു പൂരപ്പറമ്പിൽ ഒരുമിച്ച് കാണും, ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഒരുമിച്ച് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ടല്ലോ. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ തന്റെ പുതിയ ചിത്രമായ ഖിഡ്കി ഗാവ് എന്ന സിനിമയുമായി എത്തിയതിന്റെ സന്തോഷം പങ്കുവച്ച് സംവിധായകൻ സഞ്ജു സുരേന്ദ്രൻ. It happens in Delhi in winter, so that's why the name Khidki Gav. The English title is If on a Winter's Night. Each winter we would actually plan for shooting the film. Kerala we can shoot easily. These wonderful actors Roshan and Banu. This film was premiered at Busan Film Festival, so we also got a post-production fund for doing the film. So we did the color correction, grading and sound mixing in Seoul, South Korea. So it was a very wonderful experience for us. ലോകമെമ്പാടുമുള്ള ഫിലിം ഫെസ്റ്റിവൽ വേദികളിൽ പ്രദർശിപ്പിച്ച തന്റെ ചിത്രം കേരളത്തിലെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിച്ച് അർജന്റീനിയൻ സംവിധായകൻ ലൂയിസ് സെറാക്കിൻ. My film is Vinchuca, Kissing Bag, now in Kerala in the film festival, International Film Festival. I'm really honored to be here. I premiere the film and was really amazing response of the people. The story is about Nelson, teenager that left school and smuggled things in the border, and now one day the police caught him. He was being forced to work undercover in an anti-drugs operation. ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യങ്ങൾ കാരണം തന്റെ സിനിമയുടെ മുമ്പത്തെ അന്താരാഷ്ട്ര പ്രദർശനങ്ങൾ നഷ്ടമായ സംവിധായകൻ പൂരിയ കഗവന്ത് ഒടുവിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വെച്ച് പ്രേക്ഷകരെ നേരിൽ കണ്ടു. സിനിമയെ ജീവശ്വാസമായി കാണുന്ന കേരളത്തിലെ പ്രേക്ഷകർക്ക് മുന്നിൽ ദ ഡോട്ടർ എന്ന ചിത്രം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. من چند تا چیز باعث خوشحالیمه الان. یکی این که توی کشوری هستم که سینما براشون مهمه، مثل شعر نرودا، مثل نان و نمک، اینقدر چیز مهمیه براشون و happiness is in being lucky to be here. എല്ലാ വർഷവും മേളയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും 30ാമത് മേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നടനും സംവിധായകനുമായ സോഹൻ സീനുലാൽ. 30 വർഷവും മുടങ്ങാതെ ഈ മേളയിൽ പങ്കെടുത്ത ആൾക്കാർ അനവധിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഓരോ മേളയും നമുക്ക് സ്പെഷ്യലാണ്. ഇത്തവണത്തെ മേളയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്ത് 2025 മികച്ച സിനിമകൾ എന്ന് പേര് കേട്ട ഒട്ടുമിക്ക സിനിമകളും തന്നെ ഈ മേളയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ കഴിഞ്ഞ ചലച്ചിത്രമേളയേക്കാൾ മികച്ചതാണ് 30ാമത് ചലച്ചിത്രമേളയെന്ന് ചലച്ചിത്ര താരം ആര്യ സലിം. മൂവീസ് കണ്ടതിന് ശേഷം പ്രേക്ഷകർക്ക് ഫിലിം വ്യൂവേഴ്സിന് വന്നിട്ട് നമ്മൾ ഡയറക്ടേഴ്സിനോട് സംസാരിക്കാൻ അങ്ങനെ ഓപ്പൺ ഫോറംസ് ഉണ്ട്. ഒരു ഫിലിം ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഓപ്പൺ ഫോറംസും ചർച്ചകളും ഒക്കെ ഫിലിമിലോട്ട് വരാനുള്ള അല്ലെങ്കിൽ കരിയറായിട്ട് കാണുന്ന സ്റ്റുഡൻസിനും എല്ലാം കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മൂവീസ് പോയി കാണുമ്പോൾ ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വാർത്തകൾ ലോകമെമ്പാടും എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മീഡിയ സെല്ലിന്റെ പ്രവർത്തനം ഇത്തവണയും ശ്രദ്ധേയമാണ്.
എൻ്റെ പേര് അമിയ, PRDയിൽ അസിസ്റ്റന്റ് എഡിറ്ററാണ്. ഇവിടെ 30ാമത് IFFKയുടെ മീഡിയ സെൽ ഇൻചാർജാണ്. നമ്മുടെ മീഡിയ സെല്ലിലുള്ളത് 15ഓളം ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അവരെ കേരളത്തിൻ്റെ വിഭിന്ന കോളേജുകളിൽ നിന്ന് ഒരു പരീക്ഷയുടെ അടിസ്ഥാനം, അതായത് സിനിമ ആപ്റ്റിറ്റ്യൂഡുള്ള പരീക്ഷ ചലച്ചിത്ര അക്കാദമി നടത്തി അതിൽ സിനിമയിൽ താല്പര്യമുള്ള കുട്ടികളെയാണ് സ്ക്രൂട്ടിനി നടത്തിയെടുത്തതാണ്. ദിവസേന നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലായിട്ട് ഏകദേശം 25ഓളം പത്രക്കുറിപ്പുകൾ ഇടുന്നുണ്ട്. ഇത് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അവസരമാണ്. അവര് മാധ്യമ പഠനം പൂർത്തിയാക്കി തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നവരാണ്. അപ്പോൾ ആദ്യത്തെ ബൈലൈൻ ഒക്കെ അവർക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. മാത്രമല്ല, ലോക പ്രശസ്തരായ ഇതുവരെ കേൾക്കുക മാത്രം ചെയ്ത, അവരുടെ സൃഷ്ടികൾ മാത്രം കാണുക ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവരെ നേരിൽ കാണാനും അതിലുപരി അവരെ ഇന്റർവ്യൂ ചെയ്യാനും അവരെ സിനിമയെക്കുറിച്ചും അത് എടുക്കുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചോദിക്കാനൊക്കെ സാധിക്കുന്നു. ഇന്ന് വിവിധ വേദികളിലായി 60ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിൽ 5 ചിത്രങ്ങളാണ് ഇന്നുള്ളത്. ടാഗോർ തിയേറ്ററിൽ ടർക്കിഷ് ചിത്രം സിനിമ ജസീറെ, മിലാഗ്രോസ് മുമന്തലറുടെ ദ കറൻസ് എന്നിവ പ്രദർശിപ്പിക്കും. അജന്തയിൽ എൻ ആൻഡ് ഐലിയും പ്രദർശിപ്പിക്കും. പ്രദീപ് കുർബ സംവിധാനം ചെയ്ത ഖാസി ഭാഷാ ചിത്രമായ ദ എലീഷ്യൻ ഫീൽഡ് പ്രദർശിപ്പിക്കും. മെക്സിക്കൻ ചിത്രം ദ ഐവി കൈരളി തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ ലിൻ റാംസയുടെ ഡൈ മൈ ലവ് ഇന്ന് രാത്രി 8:30 നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. കാൻ ചലച്ചിത്രമേളയിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം കാണാൻ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. Where are you now? Is everything all right? When was the last time we had sex? Rough guess. Things have been, Where's your book going, by the way? Main character is about to batter her husband to death with a hammer. Shut up! ഏരീസ് പ്ലസ് സ്ക്രീൻ 1-ൽ രാവിലെ 9:30 തോമസ് എൻജോളിൻ്റെ അൺചെയിമബിൾ, വൈകുന്നേരം 6-ന് അന്യേസ്ക ഹോളണ്ടിൻ്റെ ഫ്രാൻസ് എന്നിവയും പ്രദർശനത്തിനുണ്ട്. ന്യൂ തിയേറ്ററിൽ രാത്രി 8:30 ഒളിവർ ഹെർമാനസിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് സൗണ്ട് പ്രദർശിപ്പിക്കും. ആൻ മേരി ജസീറിൻ്റെ പാലസ്തീൻ 36 ഇന്ന് വീണ്ടും പ്രദർശനത്തിനെത്തുന്നുണ്ട്. ആനിമേഷൻ ചിത്രം ദ ഗേൾ ഹൂ സ്റ്റോൾ ടൈം നിശാഗന്ധിയിൽ രാത്രി 11-ന് പ്രദർശിപ്പിക്കും. മലയാള സിനിമ ഇന്ന് വിഭാഗത്തിൽ ഇന്ന് ആദി സ്നേഹത്തിൻ്റെ വിരുന്നുമേശ, മോഹം, അന്യരുടെ ആകാശങ്ങൾ, സമസ്ത ലോക, ശവപ്പെട്ടി, അംബ്രോസിയ എന്നിവയും പ്രദർശിപ്പിക്കും. അന്യരുടെ ആകാശങ്ങൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ച അഖിൽ പത്മ സംസാരിക്കുന്നു. ഇത്രയും കാലം ഡെലിഗേറ്റ് ആയിട്ടാണ് IFFKയിൽ വന്നിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ആദ്യമായിട്ടൊരു ഫിലിം ആൻഡ് TV പ്രൊഫഷണൽ എന്ന രീതിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഇത്തവണത്തെ IFFK പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ അതിന് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പാസുകൾ കൊടുക്കുന്നത് കാരണം പല സിനിമകളും ക്യൂ നിന്നൊന്നും കാണാൻ സാധിക്കില്ല. ഒരു ദിവസം 3 പടം മാത്രമേ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. അപ്പോൾ അത് ഇപ്രാവശ്യവും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് തന്നെയാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഇന്ന് കലാഭവൻ തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. രാവിലെ 9:15 പ്രഭാഷ് ചന്ദ്രയുടെ ഹെർത്ത് ആൻഡ് ഹോം, വൈകുന്നേരം 6:15 തനിഷ്ഠ ചാറ്റർജിയുടെ ഫുൾ പ്ലേറ്റ് എന്നിവയും പ്രദർശനത്തിനെത്തും. अमरीन, अगले हफ्ते से तुम वीगन कुकिंग क्लासेस के लिए जाओगे, ओके? 4 पैसे क्या कमा लिए? मैडम की नाक 7वें आसमान पे पहुंच गई है. तुम तो घर के आदमी हो भाई. अमरीन भी ये सब मजबूरी में कर रही है. आपने एक काम करो, नुक्कड़ पे ना एक फ्लेक्स बोर्ड लगवा दो और लिख दो ऐसा बड़ा बड़ा कि अमरीन खाना बनाने बाहर जाती है. बहुत चर्बी चढ़ गई तेरे को. हाँ, बहुत चर्बी चढ़. जवान हो गया, दिखता नहीं है तुमको? ചലച്ചിത്രകലയുടെ വിശ്വരൂപം അനാവരണം ചെയ്യുന്ന IFFK 30ാം പതിപ്പിന്റെ തിരശ്ശീല വീഴാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. മത്സര വിഭാഗത്തിലെ അന്തിമ പോരാട്ടങ്ങളും പുത്തൻ സിനിമാ കാഴ്ചകളും വരും മണിക്കൂറുകളിൽ മേളയുടെ ആവേശം വർദ്ധിപ്പിക്കും. മത്സര വിഭാഗത്തിലെ വിധി നിർണയവും സമാപന ചടങ്ങും വരാനിരിക്കെ സിനിമയെ ജീവശ്വാസമായി കാണുന്ന ഓരോ ഡെലിഗേറ്റിനും ഈ മേള സമ്മാനിക്കുന്നത് മറക്കാനാകാത്ത അനുഭവങ്ങളാണ്. മുപ്പതാമത്
കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.